IPL 2026 സീസൺ പകുതി പിന്നിടുമ്പോൾ ഗുജറാത്ത് ടൈറ്റൻസ് ക്യാമ്പ് വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ബാറ്റർ എന്ന നിലയിൽ ലോക ക്രിക്കറ്റിൽ വരാനിരിക്കുന്ന ഇതിഹാസമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശുഭ്മാൻ ഗിൽ നായകന്റെ കുപ്പായത്തിൽ പതറുന്ന കാഴ്ചയാണ് ആരാധകർ കാണുന്നത്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനോട് ഏറ്റ 5 വിക്കറ്റ് പരാജയത്തിന് പിന്നാലെ ഗില്ലിന്റെ ക്യാപ്റ്റൻസിയെ രൂക്ഷമായി വിമർശിച്ച് മുൻ ഇന്ത്യൻ താരം വീരേന്ദ്ര സേവാങ് രംഗത്തെത്തിയിരിക്കുകയാണ്. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ 206 റൺസ് എന്ന കൂറ്റൻ സ്കോർ നേടിയിട്ടും അത് പ്രതിരോധിക്കാൻ ഗുജറാത്തിന് കഴിയാതെ പോയത് ഗില്ലിന്റെ കണക്കുകൂട്ടലുകളിലെ പിഴവുകളാണെന്ന് സേവാങ് തുറന്നടിക്കുന്നു. ഗില്ലിന്റെ ക്യാപ്റ്റൻസി പോരാ എന്നും സമ്മർദ്ദഘട്ടങ്ങളിൽ ബൗളർമാരെ വിന്യസിക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയ പിഴവുകൾ സംഭവിക്കുന്നുണ്ടെന്നും സേവാങ് നിരീക്ഷിച്ചു. ക്യാപ്റ്റന്റെ കണക്കൂട്ടലുകൾ പാളിപ്പോയതാണ് കളി കൈവിട്ടു പോകാൻ പ്രധാന കാരണമായത്. ഇന്ത്യൻ ദേശീയ ടീമിന്റെ ഭാവി നായകനായി പലരും ഉയർത്തിക്കാട്ടുന്ന ഗില്ലിന് ഒരു IPL ടീമിനെ സമ്മർദ്ദഘട്ടങ്ങളിൽ നയിക്കാൻ സാധിക്കില്ലെന്ന സേവാങ്ങിന്റെ വാക്കുകൾ ക്രിക്കറ്റ് ലോകത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയം ഇപ്പോഴും ബാറ്റർമാരുടെ പറദീസയാണ്. അവിടെ 206 റൺസ് എന്ന കൂറ്റൻ സ്കോർ ഉയർത്തിയപ്പോൾ ഗുജറാത്ത് വിജയം ഉറപ്പിച്ചിരുന്നു. എന്നാൽ പ്രതിരോധ കളിയിൽ ഗില്ലിന്റെ കണക്കൂട്ടലുകൾ പാളിപ്പോയതാണ് കളി കൈവിട്ടു പോകാൻ പ്രധാന കാരണമെന്ന് വീരേന്ദ്ര സേവാങ് ചൂണ്ടിക്കാണിക്കുന്നു. മത്സരത്തിന്റെ നിർണായക ഘട്ടത്തിൽ വിക്കറ്റ് വീഴ്ത്താൻ ശേഷിയുള്ള ബൗളർമാരെ കൊണ്ടുവരുന്നതിന് പകരം ഡിഫൻസ് മൈൻഡ്സെറ്റോടെ പന്തറിഞ്ഞതാണ് തിരിച്ചടിയായത്. അവസാന 3 ഓവറുകളിൽ 22 മുതൽ 25 റൺസ് വരെ വേണ്ടിയിരുന്ന സമയത്ത് മുഹമ്മദ് സിറാജിനെ പോലൊരു ബൗളറെ കൊണ്ടുവന്ന് വിക്കറ്റ് വീഴ്ത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ കളി അവസാന ഓവർ വരെ നീണ്ടു നിൽക്കുമായിരുന്നു. ആദ്യ സ്പെല്ലിൽ മികച്ച രീതിയിൽ പന്തറിഞ്ഞ സിറാജിന്റെ ഓവറുകൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് പകരം മാനവ് സൂദറെ പന്തേൽപ്പിച്ചത് വലിയ പിഴവായി. ആ ഓവറിൽ 15 റൺസാണ് RCB അടിച്ചെടുത്തത്. ഇതോടെ 7 പന്തുകൾ ബാക്കി നിൽക്കെ ബംഗളൂരു വിജയം കാണുകയായിരുന്നു. റൺസ് വഴങ്ങുന്നു എന്ന കാരണത്താൽ റാഷിദ് ഖാനെയും പ്രസീദ് കൃഷ്ണയും പോലെയുള്ള മാച്ച് വിന്നർമാരെ ആക്രമണത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഗില്ലിന് സാധിച്ചില്ല. പ്രസീദ് കൃഷ്ണയ്ക്കും റാഷിദ് ഖാനും റൺസ് വഴങ്ങേണ്ടി വന്നേക്കാം. പക്ഷേ അവരെ തിരികെ ആക്രമണത്തിലേക്ക് കൊണ്ടുവരിക എന്നത് ക്യാപ്റ്റന്റെ കടമയാണ്. പ്രസീദ് കൃഷ്ണയ്ക്കും റാഷിദ് ഖാനും റൺസ് വഴങ്ങേണ്ടി വന്നേക്കാം. പക്ഷെ അവരെ തിരികെ ആക്രമണത്തിലേക്ക് കൊണ്ടുവരിക എന്നത് ക്യാപ്റ്റന്റെ കടമയാണെന്നാണ് സേവാങ് ആഞ്ഞടിച്ചത്. 200+ റൺസ് പ്രതിരോധിക്കുമ്പോൾ ഉണ്ടാകേണ്ട സ്വാഭാവികമായ അഗ്രഷൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസിയിൽ കണ്ടില്ല. ഫീൽഡ് സെറ്റിംഗിലും ബൗളിംഗ് റൊട്ടേഷനിലും കാണിച്ച ഈ അപാകതകൾ ഗുജറാത്തിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ശുഭ്മാൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസിയിലെ തന്ത്രപരമായ പിഴവുകളെക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ മനോഭാവത്തെയാണ് വീരേന്ദ്ര സേവാങ് ഇക്കുറി ചോദ്യം ചെയ്തത്. ഒരു നായകൻ ഉണ്ടാകേണ്ട ആർജവം ഗില്ലിന്റെ തീരുമാനങ്ങളിൽ കണ്ടില്ലെന്ന് സേവാങ് തുറന്നടിച്ചു. ഒരു ബൗളർ 1-2 ഓവറുകളിൽ റൺസ് വഴങ്ങിയാൽ ഉടൻ തന്നെ ബൗളറെ മാറ്റി നിർത്തുന്ന ഗില്ലിന്റെ ശൈലി തെറ്റാണെന്ന് സേവാങ് ചൂണ്ടിക്കാട്ടി. 2 ഓവറിൽ 31 റൺസ് വഴങ്ങിക്കൊണ്ട് മാത്രം ഒരു ബൗളറെ പിന്നീട് ഉപയോഗിക്കാതിരിക്കുന്നത് ക്യാപ്റ്റന്റെ ധൈര്യമില്ലായ്മയാണ്. വിക്കറ്റ് വീഴ്ത്താൻ ശേഷിയുള്ള റാഷിദ് ഖാനും പ്രസീദ് കൃഷ്ണയും പോലെയുള്ള പ്രധാന ബൗളർമാരെ നിർണായക ഘട്ടത്തിൽ തിരികെ കൊണ്ടുവരാൻ മടിക്കുന്നത് തോൽവി മുൻകൂട്ടി സമ്മതിക്കുന്നതിന് തുല്യമാണെന്നാണ് സേവാങ്ങിന്റെ പക്ഷം. റൺസ് വഴങ്ങിയാലും വിക്കറ്റുകൾ വീഴ്ത്തി കളിയിലേക്ക് തിരിച്ചു വരാനുള്ള അവസരം നായകൻ ബൗളർമാർക്ക് നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രസീദ് കൃഷ്ണയ്ക്കും റാഷിദ് ഖാനും റണ്ണ് വഴങ്ങേണ്ടി വന്നേക്കാം. പക്ഷേ അവരെ തിരികെ ആക്രമണത്തിലേക്ക് കൊണ്ടുവരിക എന്നത് ക്യാപ്റ്റന്റെ കടമയാണെന്ന് സേവാങ് ഓർപ്പിച്ചു. ഡെത്ത് ഓവറുകളിൽ പരിചയസമ്പന്നനായ ബൗളർമാരെ മാറ്റി നിർത്തി പരീക്ഷണങ്ങൾ നടത്തുന്നത് ഗുജറാത്തിന് വലിയ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനോടേറ്റ പരാജയം ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെട്ടൊരു സംഭവമല്ല. ഈ സീസണിൽ ഉടനീളം കൃത്യമായ പദ്ധതികളുടെ അഭാവവും നായകന്റെ തീരുമാനങ്ങളിലെ പാകപ്പിഴകളും ടീമിനെ വേട്ടയാടുന്നുണ്ട്.